നമസ്കാരം. തുർക്കിയിൽ ഈയിടെ നടന്ന പര്യവേഷണങ്ങൾ കണ്ടെത്തിയ ശവകുടീരങ്ങളും മറ്റ് പുരാതന വസ്തുക്കളുമെല്ലാം ബൈബിളിൽ പരാമർശിക്കപ്പെടുന്ന കൊളോസെ എന്ന നഗരത്തെക്കുറിച്ചുള്ള തെളിവുകളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ബൈബിളിലെ സെൻറ്റ് പോൾ രചനകളിലൂടെ അനശ്വരമാക്കിയ നഗരമാണ് കൊളോസെ. ഇവിടെ തുർക്കി സർക്കാർ നിയോഗിച്ച പ്രത്യേക ഏജൻസിയാണ് പര്യവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ മാസം ആദ്യമാണ് ഇവിടെ ഏതാണ്ട് 65ഓളം ശവകുടീരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇതിൽ 60 എണ്ണവും ഇതിനോടകം തന്നെ ഈ പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്ത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് കൊളോസെ എന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചും അന്ന് നിലനിന്നിരുന്ന സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ തന്നെ അറിയാൻ ഈ പുരാവസ്തുക്കൾ ഏറെ സഹായിക്കുമെന്നാണ്. പല ശവകുടീരങ്ങളിലും അവർക്ക് കാണാൻ കഴിഞ്ഞത് മരിച്ചവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ആഭരണങ്ങൾ, വിളക്കുകൾ തുടങ്ങിയ നിരവധി സാധനങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടുകെട്ടിയിട്ടുള്ളത്. ഒരു കാലത്ത് വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഈ കൊളോസെ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ആയിരിക്കാം സെൻറ്റ് പോളിൻ്റെ രചനകളിലെല്ലാം തന്നെ ഈ നഗരത്തെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഉള്ളതും. സെൻറ്റ് പോൾ ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും മികച്ച പ്രചാരകരിലൊരാളായിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്താണ് ഇദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഈ വസ്തുക്കൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾ അവശേഷിച്ചു പോയ ഒരുപാട് കാര്യങ്ങൾ ഈ ശവകുടീരങ്ങളിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അന്ന് പലപ്പോഴും ആളുകളെ സംസ്കരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് വസ്തുക്കൾ ഇതോടൊപ്പം വയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ വസ്തുക്കളിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത്. വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച ശവകുടീരങ്ങളാണ് ഇവ. അവയിൽ നിന്ന് കൃത്യമായി അത്രയും ഭാഗം വെട്ടിയെടുത്തതിന് ശേഷമാണ് അവിടേക്ക് മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഒപ്പം മറ്റു പല അവർക്ക് പ്രിയപ്പെട്ട വസ്തുക്കളും വയ്ക്കുമായിരുന്നു. ക്രിസ്തുമതത്തിൻ്റെ ആഗമനത്തിന് മുമ്പുള്ള ഈ മേഖലയിലെ ഒരുപാട് സാംസ്കാരികവും ചരിത്രപരവും പൗരാണികവുമായ നിരവധി കാര്യങ്ങൾ തങ്ങൾക്ക് കണ്ടെടുക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ ഗവേഷകർ വിശ്വസിക്കുന്നത്. ഏതായാലും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിരന്തരമായി നടക്കുന്ന ഇത്തരം പര്യവേഷണങ്ങളൊക്കെ തന്നെ ഒരു വലിയ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളായി തന്നെയാണ് അവർക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശവകുടീരങ്ങളൊക്കെ തന്നെ ഇത്രയും നാളും മണ്ണിനടിയിൽ കിടക്കുകയായിരുന്നു. മണ്ണിൻ്റെ ഉപരിതലം മാറ്റിയപ്പോൾ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് ഇപ്പോൾ പര്യവേഷണം നടത്തിയ വിദഗ്ധർ പറയുന്നത്. തുടർന്നാണ് അവർ വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ഈ കൊളോസിയ എന്ന ഈ ഒരു നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിച്ചതും. സെൻറ്റ് പോളിൻ്റെ രചനകളിലൊക്കെ തന്നെ കൊളോസിയയിലെ ജനങ്ങളോട് അദ്ദേഹം നടത്തുന്ന ആഹ്വാനങ്ങളായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. ക്രിസ്തുവിനെ തങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകനായി കണക്കാക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെ വിശദമാക്കുന്നത്. കൂടാതെ ക്രിസ്തുദേവനെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ന്യായീകരണങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവയൊക്കെ തന്നെ നിരസിക്കണം എന്നും സെൻറ്റ് പോൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. കൊളോസിയയിലെ ജനങ്ങൾ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് സാംസ്കാരികമായും മറ്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വളരെ മുന്നോക്കം നിന്നിരുന്നൊരു സമൂഹമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ സെൻറ്റ് പോളിൻ്റെ ലേഖനങ്ങളൊക്കെ തന്നെ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായി പുറത്തു വന്നിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇപ്പോൾ കണ്ടെടുത്ത ഈ ശവകുടീരങ്ങൾക്ക് 2200 വർഷത്തിലധികം പഴക്കം വരും എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പര്യവേഷണം നടത്താനാണ് തുർക്കി സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹോനോസ് പർവ്വതത്തിൻ്റെ താഴെയുള്ള ഈജിയൻ ദേശത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു പര്യവേഷണങ്ങൾ നടന്നതും 2200 വർഷത്തിലധികം പഴക്കമുള്ള ഈ പുരാവസ്തുക്കളും ശവകുടീരങ്ങളും എല്ലാം തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞതും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും തുർക്കിയിലെ പല പർവ്വത മേഖലകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഖനനം ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വലിയൊരു സംസ്കൃതിയുടെ ശേഷിപ്പുകളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്.